ഹായ് ഗൈസ്, ഇന്ന് ഞാനുള്ളത് ആറ്റിങ്ങക്കാരുടെ ഒരു പ്രിയപ്പെട്ട വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ്. അതെ, ആറ്റിങ്ങലുള്ള ശ്രീ ശരവണ റെസ്റ്റോറൻറ്റ്. ശ്രീ ശരവണ റെസ്റ്റോറൻറ്റ് ആറ്റിങ്ങലല്ല കേട്ടോ. ഇവിടെ മൊത്തം റെസ്റ്റോറൻറ്റ് ശൃംഖല എടുക്കുമ്പോൾ തന്നെ കേരളം മൊത്തം ഇവർക്കൊരു നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. ഇവർക്ക് ഈ ദോശകളിലാണ് കൂടുതൽ വെറൈറ്റി ഐറ്റംസ് ഉള്ളത്. എന്നാൽ ഞാനിന്ന് മേടിച്ചത് നല്ല പൊറോട്ടയും ബട്ടൂരയും പനീർ ബട്ടർ മസാലയാണ്. ആദ്യം തന്നെ ആ 2 പൊറോട്ട എടുത്തിൻ്റെ പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ച്, എന്നിട്ട് ആ പനീർ ബട്ടർ മസാലയും ഒരു പനീറിൻ്റെ പീസും എടുത്ത് ആ മസാലക്കറിയും അതിൻ്റെ കൂടെ അങ്ങ് വെച്ച്. ആദ്യം ആ പൊറോട്ട കണ്ടപ്പോൾ നല്ല കട്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ആ പൊറോട്ട കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ആ സോഫ്റ്റ്നെസ്സിന് ഒരു ചേഞ്ചും ഇല്ല. ഞാൻ ആ പൊറോട്ട പിന്നെ ആ പനീറും എടുത്തൊന്ന് കഴിച്ചു നോക്കി. അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും നമ്മളെ കൂട്ടുകാരുണ്ടല്ലോ, അവൻ്റെ ആ ബട്ടൂരയിലേക്ക് ആ പനീർ ബട്ടർ മസാല അതിലോട്ടങ്ങ് എടുത്ത് വെച്ച് അവനും അങ്ങ് കഴിച്ചു. സംഭവം എൻ്റെ ആ കൂട്ടുകാരൻ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടം. സത്യം പറയാലോ, നമ്മൾ അമ്പലത്തിൽ പോയോണ്ടാണ് ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറാമെന്ന് വെച്ചാൽ. സംഭവം 2 പേർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ചപ്പോൾ നമുക്ക് 2 പേർക്കും ഇഷ്ടമായി. നമ്മൾ അണ്ണൻ്റെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോഴേക്കും അല്ല റൈത്ത ഞാൻ കുറച്ചെടുത്ത് പ്ലേറ്റിടാൻ നോക്കിയതാണ്. അമ്പോ എല്ലാം കൂടെ ആ പ്ലേറ്റിലോട്ട് വീണു. ശരി, അങ്ങ് പ്ലേറ്റ് കിടക്കട്ടെ എന്നങ്ങ് വെച്ചിട്ട് ഞാൻ എൻ്റെ പൊറോട്ട കുറച്ചങ്ങ് പിച്ചി എടുത്തിട്ട് ആ ബട്ടർ മസാല ആ റൈത്തയിലും കൊണ്ട് പിച്ചിയും കഴിച്ച്. സംഭവം ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുമെന്ന് ഒട്ടും കരുതിയില്ല. പക്ഷേ എനിക്ക് സംഭവം ഇതങ്ങ് വർക്കായി. അതുകൊണ്ട് എന്താ, രണ്ടാമത് പൊറോട്ടയിൽ കുറച്ച് പനീറിൻ്റെ കറി എടുത്ത് ആ മസാല ഇതാണെങ്കിൽ ഇങ്ങനെ ചുറ്റിന് പിടിച്ച് വെച്ചിട്ട് ആ പകുതി കട്ട് ചെയ്ത് വെച്ചാണ് പൊറോട്ട ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ആ മസാലയിൽ ഇച്ചിരി കൂടെ അങ്ങ് മുക്കിയെടുത്ത് സംഭവം ഒന്നുകൂടെ ഒരു പിടി അങ്ങ് പിടിച്ച്. സംഭവം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം ഒരു ചപ്പാത്തിയും കൂടെ പറയാമെന്ന് വെച്ച് അവിടെ ഒരു ചപ്പാത്തിയും പറഞ്ഞ് ആ പനീറിൻ്റെ കൂടെ കഴിച്ചു നോക്കി. സംഭവം ബാക്കിയുള്ള ഫുഡെല്ലാം ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഉറപ്പായും പോയി കഴിക്കണം. പക്ഷേ ഇതെനിക്കൊരു ആവറേജ് ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഈ ചപ്പാത്തിൻ്റെ കാര്യമാണ് കേട്ടോ. അവസാനം 2 ഫിൽറ്റർ കോഫിയും പറഞ്ഞ് ഇങ്ങനെ അടിച്ച് പതച്ചങ്ങ് കുടിച്ച്. സംഭവം അതും അടിപൊളിയായിരുന്നു. അങ്ങനെ വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ്. അങ്ങനെ ഫുഡ് അടിപൊളിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് ഒരു പാഴ്സൽ മേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.